എംജിആറിന്റെ നേരുനെരുപ്പിൽ ആരംഭിച്ച് മമ്മൂട്ടിയുടെ CBI 5-ൽ പൂട്ടിയ തിരൂരിലെ സെൻട്രൽ, ബേബി ശാലിനിയുടെയും കുഞ്ചാക്കോ ബോബന്റെയും അരങ്ങേറ്റം കുറിച്ച അനിയത്തിപ്രാവും മലയാള മനസ്സിനെ ഒന്നടങ്കം കീഴ്പ്പെടുത്തിയ വിജയുടെ തുള്ളാത്ത മനവും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചിരുന്ന തിരൂർ സെൻട്രൽ ജംഗ്ഷൻ ഇനി ഓർമ്മകളിൽ മാത്രം. 1965-ൽ MGR ചിത്രമായ നേരും നെരിപ്പോടുകൂടി പ്രദർശനം ആരംഭിച്ച തിരൂരിലെ ഏറ്റവും പഴക്കം ചെന്ന മൂന്നാമത്തെ സിനിമാ തിയേറ്ററായ സെൻട്രൽ ടാക്കീസ് പൊളിച്ചു തുടങ്ങി. ഏകദേശം 57 വർഷത്തോളം തിരൂർ നഗരഹൃദയത്തിൽ പ്രവർത്തിച്ച സെൻട്രൽ ടാക്കീസ് കഴിഞ്ഞ തലമുറയുടെ വലിയ ഓർമ്മകളാണ്. തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ ഇങ്ങനെയൊരു പേര് വരുവാൻ തന്നെ കാരണം സെൻട്രൽ ടാക്കീസ് ആണ്. ഓലമേഞ്ഞ സെൻട്രൽ ടാക്കീസ് 1992-ൽ കത്തുകയും പിന്നീട് ഷീറ്റ് ഉപയോഗിച്ച് പുതുക്കിപ്പണിത് 93-ൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ആദ്യമായി തിരൂരിൽ ഒരു ഹിന്ദി സിനിമ പ്രദർശിപ്പിച്ചതും സെൻട്രൽ ടാക്കീസ് ആണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന ഹിന്ദി സിനിമയാണ് ആദ്യമായി പ്രദർശനത്തിനെത്തിയത്. ഏറ്റവും കൂടുതൽ തമിഴ് ഓടി തുള്ളതുള്ളൂ. പടങ്ങള് നല്ല കളിച്ചിട്ടുണ്ട്. പിന്നെ ഷാറൂഖ് ഖാന്റെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ഹിന്ദി പടം 35 ദിവസം ഇവിടെ കളിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദി പടം ആദ്യമായിട്ടാണ് തിരൂരിൽ 35 ദിവസം കളിക്കുന്നത്. ഷാറൂഖ് ഖാന്റെ ഹിന്ദി പടം അത് ഏറ്റവും കൂടുതൽ കളിച്ചത് തിയേറ്ററിലാണ്. ഇതിലിപ്പോ അവസാനം ഓടിയ പടം ഏതാ? CBI 5 മമ്മൂട്ടിന്റെ 2022 മെയ് 1 റിലീസ്. മെയ് 5 തിയേറ്റർ കൂട്ടി. ശരിക്കും ഇത് ആദ്യ സിനിമ ഏതാ? സിനിമ MGRന്റെ നേരും നെരുപ്പും 1965-ലാണ് ഉദ്ഘാടനം കഴിഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രദർശനം നടത്തിയ സിനിമ അനിയത്തിപ്രാവായിരുന്നു. മോഹൻലാൽ സിനിമകളായ ആറാം തമ്പുരാൻ, നരസിംഹം, തമിഴ് സിനിമയായ വിജയിയുടെ തുള്ളാത മനവും തുള്ളും തുടങ്ങിയ പ്രശസ്ത സിനിമകൾ എല്ലാം ഇവിടെ കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച സിനിമകളാണ്. പഴയ കാലത്ത് സിനിമാ പ്രദർശനം തുടങ്ങുന്ന സമയത്ത് ഉച്ചഭാഷിണിയിലൂടെ ഇവിടെ നിന്ന് പാട്ടുകൾ കേൾക്കാമായിരുന്നു. പ്രദർശനം ആരംഭിക്കുവാൻ തുടങ്ങി എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള സംവിധാനം. നഗരഹൃദയത്തിൽ തിരൂരിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെയൊരു സിനിമാ തിയേറ്ററിനെ കുറിച്ച് പഴയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പങ്കുവെക്കാനുള്ളത് ഒട്ടേറെ മധുരിക്കുന്ന ഓർമ്മകളായിരുന്നു. മമ്മൂട്ടി ചിത്രമായ CBI 5 ഇവിടെ പ്രദർശിപ്പിച്ച ഏറ്റവും അവസാനത്തെ സിനിമ. മെയ് 1 ഇത് റിലീസായത്. മെയ് 5 തിരൂർ സെൻട്രൽ ടാക്കീസ് പ്രദർശനം അവസാനിപ്പിച്ചു. എന്നേക്കുമായി താഴിട്ട് പൂട്ടി. ഇനിയില്ല ഇങ്ങനെയൊരു അനുഭവവും ഇങ്ങനെയൊരു തിയേറ്ററും. 6 പതിറ്റാണ്ടിൽ ജീവിച്ച തലമുറയുടെ ഒട്ടേറെ മരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് വളരെ വേദനയോടുകൂടി അവർ ഓർക്കുന്നുണ്ടാകാം. ന്യൂസ് 99 തിരൂർ.